ഇത് ഇസ്ലാമിനോടുള്ള ശത്രുതയാണ്. നമുക്ക് അല്ലാഹു സ്വർഗം തരും, നമുക്ക് ആഖിറത്തിൽ നല്ല വിജയമുണ്ട്, മുസ്ലിം സമുദായം ഐശ്വര്യമുള്ളവരാണ്, നമ്മൾ ഇബാദത്ത് ചെയ്യുന്നവരാണ്, നമുക്ക് നല്ല ശുദ്ധിയുണ്ട്, വൃത്തിയുണ്ട്, വെടിപ്പുണ്ട്, സംസ്കാരമുണ്ട്, ബോധമുണ്ട് എന്ന് മനസ്സിലാക്കിയ ഈ വൃത്തികെട്ട സമുദായമാണ് ഇതിനെ തേജോവധം ചെയ്യാൻ വേണ്ടി ഇതിനൊക്കെ പരിശ്രമിക്കുന്നത്, അല്ലാതെ മറ്റൊന്നുമല്ല. ഇതിനാണ് നിങ്ങൾക്ക് എനിക്കിതൊക്കെ ദേശീയമാണ് സുഹൃത്തുക്കളെ. നിങ്ങൾ ഇനി എന്തെല്ലാം ഈ കുണാപ്പിനകത്തൂടെ കണ്ടിട്ട് പറഞ്ഞാൽ എനിക്കിതൊന്നും പേടിയൊന്നുമില്ല. ഞാൻ ഒരുത്തനെ വകവെക്കുകയില്ല. എന്റെ ശൈലി എങ്ങനെയാണ്? എനിക്കിനി ഏത് ചൊറിയാൻ പറഞ്ഞാലും ചെറിയാൻ പറഞ്ഞാലും ചക്കറിയ പറഞ്ഞാലും കുക്കറിയ പറഞ്ഞാലും അവന്റെ തന്ത പറഞ്ഞാലും എനിക്കിവിടെ ഒന്നൊരു പ്രശ്നവുമില്ല. ഞാൻ എന്റെ ദീന്റെ കാര്യം സത്യമായിട്ട് വിളിച്ചു പറയും. നമുക്ക് എന്തിനാ പ്രശ്നം? ഇവനൊക്കെയാണ് തീരുമാനിക്കുന്ന ദീന്റെ കാര്യങ്ങൾ. നമ്മളല്ല അല്ലാഹുവും റസൂലും പഠിപ്പിച്ച ദീന. ഇത് നമുക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഇത് ചക്രിയായിക്ക് വേണ്ടിയിട്ടല്ല നമ്മൾ ഈ പറയുന്നത്. ഈ ചക്രിയ ഇതിനകത്ത് ചൊറിയാൻ പോകേണ്ട കാര്യമില്ലല്ലോ. നമ്മൾ മുസ്ലിമിങ്ങൾക്ക് വേണ്ടി പറയുന്ന കാര്യമല്ലേ. മുസ്ലിമിങ്ങൾക്ക് വേണ്ടി പറയുമ്പോൾ മുസ്ലിം കുടുംബത്തിലുള്ളവർക്ക് വേണ്ടിയിട്ടാണ്. ചക്രിയ മുസ്ലിം അല്ലല്ലോ. അവൻ എന്തിനാ നമ്മുടെ കാര്യം ചർച്ച ചെയ്യാൻ പോണത്? നിസ്കാരത്തിന്റെ കാര്യം, നോമ്പിന്റെ കാര്യം, പെണ്ണുങ്ങളുടെ കാര്യം, കുടുംബ ജീവിതത്തിന്റെ കാര്യം, ഇതൊക്കെ നമ്മൾ ഈ മുസ്ലിമിങ്ങൾക്ക് വേണ്ടി ചർച്ച ചെയ്യുന്ന കാര്യങ്ങളല്ലേ. അവൻ മുസ്ലിം അല്ലല്ലോ. അവൻ എന്തിനാ നമ്മുടെ കാര്യം ചർച്ച ചെയ്യാൻ വരുന്നത്? ഈ തൊപ്പിക്കാരൻ വന്ന് അവൻ തന്നെ നമ്മുടെ കാര്യം ചർച്ച ചെയ്യാൻ വന്നത്? അവൻ അവന്റെ വീട്ടിൽ പോയി അവന്റെ കെട്ടിയോൾക്ക് പോയി തൊപ്പിയിട്ട് കൊടുക്കട്ടെ. അവൻ നമ്മുടെ കാര്യം ചർച്ച ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അവൻ നമ്മളെ കുറിച്ച് എന്താണ് ചർച്ച ചെയ്യുന്നത്? ഇസ്ലാമിന്റെ ശരീഅത്തിന്റെ ഖുർആനും ഹദീസും അല്ലാഹു റസൂലും നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പരിശുദ്ധമായ ഖുർആനിനകത്ത് ഹൂർലിങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, അവരുടെ നിതംബത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്താ കുഴപ്പമിപ്പോ? അത് പറയുമ്പോ മാത്രം നിനക്കെന്താ എത്ര പുളുത്തം? ഇതൊന്നും ഇല്ലാതെ തുറന്നു വെച്ചിട്ട് ഈ ടിവിയുടെ മുന്നിലിരുന്ന്, ഈ മീഡിയയുടെ മുന്നിലിരുന്ന് ഈ സാമാനം കാണിച്ചുകൊണ്ട് ഇന്റർവ്യൂ എടുക്കുന്നതിന് ഉമാർക്കൊന്നും ഒരു പ്രശ്നമില്ല. അതിനൊന്നും ആർക്കും ഒരു പ്രശ്നമില്ല. കീറിയ ഡ്രസ് ഇട്ട് നടക്കുന്നതിന് പ്രശ്നമില്ല. മലക്കച്ചവൻ കെട്ടിയിട്ട് നടക്കുന്നതിനും പ്രശ്നമില്ല. അതിനൊന്നും ആർക്കും ചർച്ച ചെയ്യണ്ട. പരിശുദ്ധമായ ഖുർആനിൽ ഹൂർലിങ്ങളെ കുറിച്ച് അല്ലാഹു പറഞ്ഞപ്പോ ഇവന്മാർക്ക് സഹിക്കാൻ കഴിയുന്നില്ല. അതെന്താ പ്രശ്നം? അതെന്താ സഹിക്കാൻ കഴിയാത്ത? അതെന്താ പ്രശ്നം? ഇത് നേരിൽ കാണുമ്പോ ഇവന്മാർക്കൊന്നും എന്താ ഇളകാത്തത്? ഇത് ഖുർആൻ പറയുമ്പോ മാത്രം എന്താ ഇവർക്ക് ഇത്ര പ്രശ്നം? ഹദീസ് പറയുമ്പോ മാത്രം എന്താ ഇവർക്ക് ഇത്ര പ്രശ്നം? അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇത് ഇസ്ലാമിനോടുള്ള ശത്രുതയാണ്. നമുക്ക് അല്ലാഹു സ്വർഗം തരും, നമുക്ക് ആഖിറത്തിൽ നല്ല വിജയമുണ്ട്, മുസ്ലിം സമുദായം ഐശ്വര്യമുള്ളവരാണ്, നമ്മൾ ഇബാദത്ത് ചെയ്യുന്നവരാണ്, നമുക്ക് നല്ല ശുദ്ധിയുണ്ട്, വൃത്തിയുണ്ട്, വെടിപ്പുണ്ട്, സംസ്കാരമുണ്ട്, ബോധമുണ്ട് എന്ന് മനസ്സിലാക്കിയ ഈ വൃത്തികെട്ട സമുദായമാണ് ഇതിനെ തേജോവധം ചെയ്യാൻ വേണ്ടി ഇതിനൊക്കെ പരിശ്രമിക്കുന്നത്, അല്ലാതെ മറ്റൊന്നുമല്ല. നമ്മൾ ആരുടെ മുന്നിൽ മുലയും കാണിച്ചുകൊണ്ട് നടക്കാനൊന്നും ഇസ്ലാം പഠിപ്പിക്കുന്നില്ല. സ്വർഗത്തിന്റെ അവസ്ഥകൾ പറയുമ്പോൾ അല്ലാഹു തആല നമുക്ക് മനസ്സിന് റാഹത്ത്, സന്തോഷം ഉണ്ടാകാൻ വേണ്ടി, സ്ത്രീ പുരുഷന്മാർക്ക് വേണ്ടി സന്തോഷത്തിന് വേണ്ടി അല്ലാഹു തആല പറയുന്നു ഖുർആനിലെ സൂറത്തുർ റഹ്മാൻ എടുത്ത് പരിശോധിച്ചാൽ അത് തെറ്റാണെന്ന് ആർക്കെങ്കിലും വ്യാഖ്യാനിക്കാൻ പറ്റുമോ? ഏത് മീഡിയക്കാരനാ വ്യാഖ്യാനിക്കാൻ പറ്റുക? അതിനകത്ത് പറയുന്ന കാര്യം അതിനെ ഒരിക്കലും നമുക്ക് മാറ്റിമറിക്കാൻ പറ്റൂല. അല്ലാഹു ഒരു ഹൂറികളെ കുറിച്ച് എങ്ങനെയാണോ പറഞ്ഞിട്ടുള്ളത് അത് കറക്റ്റായിട്ട് തന്നെ നമ്മളത് അവതരിപ്പിച്ചു കൊടുക്കുകയും വേണം. ഒരിക്കലും അതിൽ നമുക്ക് മാറ്റിമറിക്കാൻ അവകാശം വെക്കില്ല. അത് ജൂതന്മാരുടെ സ്വഭാവമാണ് മാറ്റിമറിക്കുക എന്നുള്ളത്. ആയത്തുകൾ മാറ്റിമറിക്കുക, മറച്ചു വെക്കുക എന്നുള്ളത് ജൂതന്മാരുടെ സ്വഭാവമാണ്. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. അല്ലാഹു മനസ്സിലാക്കാൻ തോഫിക്കട്ടെ. എന്താ ഉഷാറില്ലേ ആർക്കും? നിങ്ങൾക്ക് ഉഷാർ പറയുന്നുണ്ടായിരിക്കും. മഴ അത് നിർത്തിയേക്കാം. ആൾക്ക് ദീൻ കേൾക്കാൻ താല്പര്യമില്ല. അതിനേക്കാൾ നല്ലത് മഴ പെയ്യലാണ് ഖൈർ. ഈ പാവപ്പെട്ട ചെറുപ്പക്കാർ ഇത്രയും ദീൻ പഠിക്കാൻ വേണ്ടി, മനസ്സിലാക്കാൻ വേണ്ടി സംവിധാനങ്ങളൊക്കെ ഒരുക്കി വെക്കുമ്പോൾ നമ്മൾ അൽഹംദുലില്ലാഹ് വന്നിരുന്ന് ഇതിന് പ്രോത്സാഹനം നൽകണം, പ്രചോദനം കൊടുക്കണം. നമ്മുടെ ദീനിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം. നമ്മുടെ ദീൻ കേൾക്കാൻ നമ്മൾ സപ്പോർട്ട് ചെയ്യണം. മുസ്ലിയാരെ നോക്കിയിട്ടല്ല വാത് കേൾക്കാൻ വരുന്നത്, മുസ്ലിയാരെ നോക്കിയിട്ടല്ല. അവിടെ പറയുന്നത് എന്താ? ഖുർആനും ഹദീസുമാണല്ലോ. ആ ഖുർആനും ഹദീസും പറയുമ്പോൾ ആ ഖുർആനും ഹദീസിനോടുള്ള ബഹുമാനം അത് ആര് പറഞ്ഞാലും അള്ളാന്റെ കലാമാണ്, നബിതങ്ങളുടെ വചനങ്ങളാണ് എന്നുള്ള നല്ല മനസ്സിന്റെ ആ ഒരു നല്ല നീയത്തോടു കൂടിയാണ് നമ്മൾ വന്നിരുന്ന് കേൾക്കേണ്ടത്. അല്ല മറ്റാരെയും തൃപ്തിപ്പെടുത്താനൊന്നുമല്ല. നിങ്ങൾ ഇ പി എന്ന് പറഞ്ഞുകൊണ്ടൊന്നും ആള് കൂടിയിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല. എനിക്ക് അതിനകത്ത് ആള് കൂടുന്നത് കൊണ്ട് എനിക്ക് വലിയ ഫഖർ കൂടെയില്ല. എനിക്ക് അതിനകത്ത് വലിയ താല്പര്യമില്ല. എനിക്ക് 10,000 കണക്കിന് ആള് കൂടുന്നത് കൊടുത്തൊന്നും എനിക്ക് വാതിന് ഉഷാർ കിട്ടുമൊന്നുമില്ല. എനിക്ക് 10 പേര് കിട്ടിയാൽ മതി. കേൾക്കാൻ താല്പര്യമുള്ള 10 പേര് തിൽക്കാശ്രത്തും കാമില്ല റാഹത്തായി അള്ളാന്റെ ദീൻ ഞാൻ പറഞ്ഞുതരും ഇൻഷാ അല്ലാഹ്. എനിക്കതേ ഉള്ളൂ. എനിക്ക് അങ്ങനെയൊന്നും പേടിയൊന്നുമില്ല. ഞാൻ 30 വർഷം വാത് പറയാൻ തുടങ്ങി. 30 വർഷമായി. 1995 മുതൽ വാത് പറയാൻ തുടങ്ങിയതാണ്. അൽഹംദുലില്ലാഹ്. അള്ളാഹുവിന്റെ ഫضل കൊണ്ട് ഇന്ന് വരെ നമുക്ക് ആള് കൂടുതലല്ല വിഷയം. പറയുന്നത് ഇച്ചിരി പച്ചയ്ക്ക് പറയണം, അത് കേൾക്കണം, പഠിക്കണം. എന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല, ചിന്തിക്കുന്നില്ല? അതാണ് നമ്മുടെ വിഷമം. എന്തുകൊണ്ട് ഇത്രയും കേട്ട് ഈ ഉമ്മത്തിന് മാറ്റം വരുന്നില്ലല്ലോ? അതുകൊണ്ട് ഈ ബാലിനോട് തന്നെ വെറുപ്പായി പോയി. ഹക്ക് പറയാണ്. ഇതിട്ട് അലക്കുമ്പോ നമ്മുടെ കൗമ എന്റെ പറയും കമന്റ്, ആ മൊയ്ലിയാരെ കുനിച്ചിരുത്തിയിടിക്കാൻ ആരുമില്ലല്ലേ, ആ മൊയ്ലിയാർക്ക് ഇവനെ കൊടുക്കാനേ, ഇവനൊക്കെ ഏതാണ് മൊയ്ലിയാർ? ആരാ പറയുന്നത്? ഒരു ജോസഫ് ഔസേപ്പോ അല്ല പറയുന്നത്, നമ്മുടെ കാക്കാമാര്. അതാണ് നമുക്ക് സഹിക്കാൻ ഒക്കാത്തത്. നമ്മുടെ കാക്കാമാര് പറയുന്നത്.
എന്താ ഇവനൊക്കെ ബോധം കിട്ടുക? ഇവനൊക്കെ എന്താ ഏത് കാലത്ത് ഇവനൊക്കെ ബോധം കിട്ടുക? ഇവനൊക്കെ ചാവാറാകുമ്പോൾ ദ്വാരക്കണ്ട നമ്മളാണ്. ഇവൻ്റെയൊക്കെ ചത്തി ഇവൻ്റെ ശവം മുന്നിൽ കൊണ്ടുവരുമ്പോൾ അള്ളാഹു പറഞ്ഞ് കൈ കെട്ടിയിട്ട് അള്ളാഹു മോഹുറുലഹു റഹമു പണ്ടാരക്കാലിന് പുറത്തോട് പടച്ചവന് എന്ന് പറയേണ്ടത് നമ്മളാണ്. ഇവനൊക്കെ നമ്മൾ എങ്ങനെ ദ്വാരക്കും മനസ്സ് തുറന്നിട്ട് എങ്ങനെ ദ്വാരക്കും കൊണ്ടുവരുന്ന ചത്ത് കഴിയുമ്പോൾ മുന്നിൽ കൊണ്ടുവന്ന് വെക്കുന്നത്? ഇവനൊക്കെയാണ് മുസ്ലിയാക്കന്മാരെ കുറ്റം പറയാണ്. അള്ളാഹുവിന്റെ ദീൻ പറയുമ്പോൾ എന്തിനാണ് നീ എല്ലാം കുറ്റം പറയാൻ നിൽക്കുന്നത്? ഇസ്ലാമിനോ ശരീഅത്തിനോ എതിരായിട്ടാണ് നമ്മൾ പറഞ്ഞതെങ്കിൽ ഓക്കെ, നിനക്ക് കുറ്റം പറയാം, ആലിമിനെ ചോദ്യം ചെയ്യാം. ഇസ്ലാമിൽ ഇല്ലാത്ത കാര്യമാണ് പറഞ്ഞതെന്ന് ഇസ്ലാമിലുള്ള കാര്യം പറയുമ്പോൾ ചോദ്യം ചെയ്യാൻ ആരുള്ള അവകാശം? ആദ്യം നീ ദീൻ പഠിക്കണം. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. സുബ്ഹാന മൻ യുസബ്ബിഹു റഅദു ബിഹംദിഹി വൽ മലായികതു മിൻ ഖീഫതിഹി. അബൂദർ റളിയല്ലാഹു തആല അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അബൂദറേ, രാവിലെ നീ ഒരു ഇൽമിന്റെ ഒരു ഭാഗം, ഒരു ബാബ്, ഒരു വാതില് പഠിക്കാൻ, അല്ലെങ്കിൽ ഒരു അക്ഷരം, അല്ലെങ്കിൽ അതിന്റെ ഒരു ചെറിയ ഒരു വചനം പഠിക്കുന്നതിന് വേണ്ടി രാവിലെ നീ യാത്ര ചെയ്ത് പോകുന്നത് ഈ ഇൽമു പഠിക്കാതെ നീ 1000 റക്അത്ത് നമസ്കരിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്കാണ്. ഇൽമു പഠിക്കാൻ വേണ്ടി ഒരു യാത്ര, 1 മണിക്കൂറോ അരമണിക്കൂറോ അല്ലെങ്കിൽ 1 കിലോമീറ്ററോ 1/2 കിലോമീറ്ററോ നമ്മൾ ഇൽമു പഠിക്കാൻ വേണ്ടി ഒരു യാത്ര ചെയ്യുന്നത് 1000 റക്അത്ത് നമസ്കരിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. കാരണം ഇൽമില്ലാതെ നിസ്കരിച്ചിട്ട് കാര്യമില്ല. ഇന്ന് എത്രയോ പേര് നമസ്കരിക്കുന്നു. ഈ നിസ്കാരത്തില് ഞാൻ ഓതുന്ന ഫാത്തിഹ അല്ലെങ്കിൽ ഞാൻ ഓതുന്ന സൂറത്ത് ശരിയാണോ എന്ന് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അവർ പറയും അല്ല, അല്ലാഹ് പുറത്തു തരും. എല്ലാം ഒന്നും അല്ലാഹ് പുറത്തു തരുള്ള സുഹൃത്തുക്കളെ. നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ ഓതുന്ന എന്റെ സൂറത്തുൽ ഫാത്തിഹ അല്ലെങ്കിൽ എന്റെ അത്തഹിയാത്ത്, ഞാൻ റുക്കൂഇല് സുജൂദില് ഇഅ്തിദാലില് ഞാൻ ഓതുന്നത് ഇത് ശരിയാണോ തെറ്റാണോ? നിങ്ങൾ വലുതൊന്നും പഠിക്കാൻ നിൽക്കണ്ട. നിങ്ങളൊരു ചെറിയ സൂറത്ത് പഠിച്ചാൽ മതി. ഈ ഒരു ചെറിയ സൂറത്ത് അത് ശരിയാണോ തെറ്റാണോ എന്ന് മനസ്സിലാക്കാൻ ഏതെങ്കിലും ഒരു ഉസ്താദിന്റെ മുന്നിൽ, ഒരു ആലിമിന്റെ മുന്നിൽ പോയി ഇരുന്നിട്ട്, ഉസ്താദെ എനിക്ക് നമസ്കരിക്കാൻ വേണ്ടി ഒരു 10 സൂറത്ത് അറിയണം, ഞാൻ പഠിച്ചു വെച്ചിട്ടുള്ള ഈ സൂറത്ത് ശരിയോ തെറ്റോ നോക്കണം. കാരണം നിസ്കാരം ബാത്തിലാകാൻ പാടില്ല. നിസ്കാരം ബാത്തിലാകാതിരിക്കാനുള്ള വഴി എന്തെന്ന് മനസ്സിലാക്കാൻ ആരെങ്കിലും അതിനു വേണ്ടി തുനിഞ്ഞിറങ്ങിയിട്ടുണ്ടോ, പരിശ്രമിച്ചിട്ടുണ്ടോ? എല്ലാവരും നിസ്കരിക്കും, എല്ലാരും നിസ്കാരക്കാരാണ്. നിസ്കാരത്തിനൊന്നും ഒരു പഞ്ഞവുമില്ല. നിസ്കാരത്തിനൊന്നും ഒരു പഞ്ഞവുമില്ല. നിസ്കരിക്കാൻ ഇഷ്ടം പോലെ ആളുകൾ ഉണ്ടാകും. നിസ്കരിക്കാൻ ഇഷ്ടം പോലെ ആളുകൾ ഉള്ളതോ പള്ളി നിറയലോ ഒന്നും അല്ല വിഷയം. നമസ്കരിക്കുന്ന വ്യക്തിയിൽ ആ നമസ്കാരത്തിന്റെ ക്വാളിറ്റിയാണ് അള്ളാഹ്ക്ക് വേണ്ടത്, ക്വാണ്ടിറ്റി ഒന്നും അള്ളാഹ്ക്ക് വേണ്ട. നീ 1000 റക്അത്തൊന്നും നിസ്കരിച്ചിട്ട് അള്ളാന്റെ പൊരുത്തം വാങ്ങാനൊന്നും നീ നിൽക്കണ്ട. നീ 2 റക്അത്ത് നമസ്കരിച്ചാൽ മതി. ആ 2 റക്അത്ത് ആയിരിക്കണം, അതേ ഉള്ളൂ. അതിനുവേണ്ടി ആരാ പരിശ്രമിക്കുന്നത്? ചില ആളുകളൊക്കെ പറയും ഞാൻ 2 കോടി സലാത്ത് ചൊല്ലി, 10 കോടി സലാത്ത് ചൊല്ലി, 10,000 അത് ദിക്ർ ചെയ്തു, 10 50 ഉംറ ചെയ്തു, 100 ഹജ്ജ് ചെയ്തു, 250 ഖത്തം തീർത്ത്. ഇത് ആരെടുത്ത് പറയാന്? നിന്നോട് ആരെങ്കിലും പറഞ്ഞോ? ചോദിച്ചോ? ഇതൊക്കെ ഒരു ഇബാദത്തല്ലേ, അള്ളാഹുവിനുള്ള ഇബാദത്തല്ലേ? ഇത് അള്ളാഹുവിനോട് കണക്ക് ബോധിപ്പിച്ചാൽ മതിയല്ലോ. നീ ഈ ചൊല്ലിയത് എണ്ണം കൂട്ടാൻ വേണ്ടിയിട്ടാണോ? അതല്ലെങ്കിൽ വാട്സപ്പിലും ഫേസ്ബുക്കിലും നിറഞ്ഞു നിൽക്കാനാണോ? അതല്ലെങ്കിൽ 10 പേര് ഇത് അറിയാനാണോ? ഇതെന്തിനാണ് നീ ചെയ്തത് എന്നുള്ളത് നിനക്കും അള്ളാഹ്ക്ക് അറിയുള്ളൂ മോനെ. ഇത് ആരെടുത്താ നീ പറയുന്നതിന്റെ കണക്ക്? ബഹുമാനപ്പെട്ട റാബിയത്ത് നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു, ഒരാൾ അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന് പറഞ്ഞാൽ ആ അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന് പറഞ്ഞത് ശരിയാകാൻ 1000 അസ്തഗ്ഫിറുല്ലാഹ് വീണ്ടും ചൊല്ലണമെന്ന്. ഒരു അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന് നമ്മൾ പറയുന്നത് അത് ശരിയാകണമെങ്കിൽ വീണ്ടും 1000 അസ്തഗ്ഫിറുല്ലാഹ്. കാരണം നമ്മുടെ അസ്തഗ്ഫിറുല്ലാഹ് സൗണ്ട് കേൾക്കണേ, വെടിവെറ്റിക്കുന്നത് പോലെ കുറെ കുസ് 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 എന്നുള്ള സൗണ്ട് അല്ലാതെ വേറെ എന്താ കേൾക്കുന്നത്? ദിക്ർ ചെല്ലുന്നുണ്ട്. 70,000 ദിക്ർ ചെല്ലാൻ വേണ്ടി വീട്ടിൽ വിളിച്ചിരുത്തിട്ട് 70,000 ദിക്ർ ഇത്ര മണിക്കൂറിനുള്ളിൽ ചൊല്ലി കറകറക്റ്റ് തീർക്കും. അതിന് പ്രത്യേക കൊട്ടേഷനാണ്. ഈ കൊട്ടേഷൻ ടീമിനെ വിളിക്കും, അവർ ഇത്ര സമയത്തുള്ളിൽ ചൊല്ലി ഇത്ര സമയത്തിനകത്ത് തീർക്കും സംഭവം. കൊട്ടേഷൻ. അപ്പൊ ഈ വയറ് കാണൽ ചടങ്ങിന് കൊട്ടേഷൻ വിട്ടിട്ടുണ്ട് ഈ പൊരിക്കുന്ന ആൾക്കാർക്ക്. നമ്മൾ അവര് തന്നെ പറയും എത്ര മാസം, 4-ാം മാസത്തെയാണോ 6-ാം മാസത്തെയാണോ 7-ാം മാസത്തെയാണോ 9-ാം മാസത്തെയാണോ
ആ കൊട്ടേഷൻ അവർ തന്നെ കട അങ്ങനെ പ്രത്യേക കടകളുണ്ട്, സെറ്റപ്പ് ആക്കി വെച്ചിരിക്കുകയാണ്. 7-ാം മാസത്തിലാണെങ്കിൽ 7 കൂട്ടം സാധനങ്ങൾ ഇത്ര എണ്ണം 101 എണ്ണം വെച്ച്, 9-ാം മാസത്തിലാണെങ്കിൽ 9 കൂട്ടം സാധനങ്ങൾ 101 എണ്ണം വെച്ച് സെറ്റാക്കി വെച്ചിരിക്കുകയാണ്. പ്രത്യേക കിറ്റാണ്, എല്ലാത്തിനും ഇങ്ങനെ കിറ്റാണ്. ഇബാദത്തിന് ഇപ്പൊ അങ്ങനെ ഒരു കിറ്റായിട്ട് പോയി. എത്ര മണിക്കൂർ കൊണ്ട് തീർക്കണം? 70 ദിക്ർ ഞങ്ങൾ എത്ര പേര് വരും, ഇത്ര പേരുണ്ട്, അത്ര പേര് വന്നാൽ ഇത്ര സമയം കൊണ്ട് തീർക്കും, ഇത്ര പേര് വന്നാൽ അത്ര സമയം കൊണ്ട് തീരുള്ളൂ, എത്ര സമയം കൊണ്ട് നിങ്ങൾക്ക് തീർക്കണം. കാര്യം പറയും, ഏത് സൈസിൽ വേണം, ഉറക്കം ഓതണോ, പതുക്കം ഓതണോ, നിന്ന് ഓതണോ, ഇരുന്ന് ഓതണോ, എല്ലാം ഒരു പ്രഹസനം, എല്ലാം ഒരു പ്രഹസനം. അതിന് നമ്മൾ പാവപ്പെട്ട നമ്മളും കൂട്ടി നിൽക്കുന്നു, ആലിമീങ്ങളും കൂട്ട്, നമ്മളും കൂട്ട്. അള്ളാഹുവിന് വേണ്ടി അള്ളാഹുവിന്റെ മുന്നിൽ ഇബാദത്ത് ചെയ്യേണ്ട നമ്മളെല്ലാം ഇതെല്ലാം ഒരു പ്രഹസനം പോലെ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും. ഇതൊക്കെ സ്വീകരിക്കുമോ ഇല്ലയോ, ഇതൊക്കെ അള്ളാഹ്ക്കല്ലാതെ മറ്റാർക്കറിയാം. പക്ഷെ ആരെങ്കിലും അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? പടച്ചവനെ, എന്റെ ഇബാദത്ത് നീ സ്വീകരിക്കുന്നുണ്ടോ? അള്ളാഹുവേ, പരിശുദ്ധമായ റമദാനിൽ നോമ്പെടുത്തു. ഈ റമദാനിന്റെ 30 ദിവസത്തെ നോമ്പ് സ്വീകരിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട മഹാന്മാര് 6 മാസത്തോളം ദുആ ചെയ്യും. അല്ലാഹുവേ, ഞങ്ങളുടെ നോമ്പ് നീ സ്വീകരിക്കണേ പടച്ചവനെ. 6 മാസത്തോളം ദുആ ചെയ്യും. അല്ലാ, ഞങ്ങളുടെ നോമ്പ് നീ കബൂലാക്കണേ പടച്ചവനെ. ഞങ്ങളുടെ തറാവീഹ് നമസ്കാരം നീ സ്വീകരിക്കണേ അല്ലാ. 6 മാസം ദുആ ചെയ്യും നോമ്പ് സ്വീകരിക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ നോമ്പ് റമദാനൊന്ന് കഴിഞ്ഞ ഉടനെ നമ്മൾ രംഗത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞു. മൂടിവെച്ചതും പൂട്ടിവെച്ചതുമെല്ലാം വീണ്ടും നമ്മൾ തുറന്ന് രംഗപ്രവേശനം നടത്തിയിരിക്കുകയാണ്. തെറ്റിന്റെ ബാബുകൾ നമ്മൾ തുറന്നു. അല്ലാ, പുറത്തു തരണേ പടച്ചവനെ. 6 മാസക്കാലത്തോളം മഹത്തുക്കളും സഹാബാക്കളും താബിഈങ്ങളും അവര് ദുആ ചെയ്തു, പടച്ചവനെ, എന്റെ റമദാനിന്റെ രാപ്പകല് നീ സ്വീകരിച്ചോ അല്ലാ. അതെല്ലാം എന്റെ മുന്നിലേക്ക് വലിച്ചെറിഞ്ഞോ പടച്ചവനെ. ആര് നമ്മൾ ദുആ ചെയ്തു? ആരല്ലാഹയോട് ചോദിച്ചു ഈ റമദാൻ സ്വീകരിച്ചോ ഇല്ലയോ എന്നുള്ളത്? നമ്മൾ ആരോട് ചോദിച്ചു? ആരോടും ചോദിച്ചോ? അല്ലാഹുവോട് ചോദിച്ചോ? നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, അല്ലാഹു പറഞ്ഞതായിട്ട് അസ്സൗമു ലീ വ അനാ അജ്സീ ബി. നോമ്പ് എനിക്കുള്ളതാണ്, ഞാനാണ് അതിന് കൂലി നൽകുന്നത്. ഞാൻ നേരിട്ടിറങ്ങി വന്ന് കൂലി നൽകുമെന്ന് അല്ലാഹു തആല പറഞ്ഞതായി നബി തങ്ങൾ പറയുമ്പോ ആ കൂലി എപ്പോഴാണ്? പരിശുദ്ധമായ റമദാനിന്റെ അവസാനത്തെ രാവിലാണ്. അവസാനത്തെ രാവ് എന്ന് പറഞ്ഞാല് പരിശുദ്ധമായ ഈദിന്റെ പെരുന്നാളിന്റെ രാവിലാണ്. ആ പെരുന്നാളിന്റെ രാവിൽ വന്ന് പള്ളിയിലിരുന്ന് ഇബാദത്ത് ചെയ്യുന്നവർക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കൂലി കൊടുക്കുമെന്ന് പറയുമ്പോ പെരുന്നാളിന്റെ രാവിൽ നമ്മൾ എല്ലാവരും കൂലി വാങ്ങാൻ നിൽക്കുന്നത് മാംസക്കടയുടെ മുന്നിലാണ് അല്ലേ? മാംസക്കടയുടെ മുന്നിലാണ് നമ്മൾ കൂലി വാങ്ങാൻ നിൽക്കുന്നത്. ഈ 30 ദിവസത്തെ രാപ്പകലത്തെ ഇബാദത്ത് എവിടെ പോയി? 30 ദിവസത്തെ രാപ്പകൽ എവിടെ പോയി? ഇബാദത്ത് എവിടെ പോയി? നമ്മൾ കൂലി വാങ്ങാൻ നിൽക്കുന്നത് ഇറച്ചി വാങ്ങാൻ വേണ്ട. ഇറച്ചിയാണ് നമ്മുടെ കൂലി. നമ്മുടെ ഏറ്റവും വലിയ പെരുന്നാളാണ്. ശരിയല്ലേ സുഹൃത്തുക്കളെ? നിങ്ങൾ അവസാനത്തെ 10 ദിവസത്തിൽ നിങ്ങൾ ഇഅ്തികാഫിരിക്കണേ. ഈ ഇഅ്തികാഫിരിക്കാൻ വേണ്ടി അല്ലാഹുവിന്റെ റസൂൽ തീരുമാനിച്ചത് രാവിലെ മുതൽ വൈകിട്ട് വരെയാണ്. 10 ദിവസം രാവും പകലും നിങ്ങൾ ഇഅ്തികാഫിരിക്കണം. പക്ഷെ ഇന്ന് നമ്മൾ തന്നെ തീരുമാനിച്ചു, പകലിന്റെ സമയം മാത്രം ഞാൻ ഇഅ്തികാഫ്, രാത്രി മാത്രം ഇഅ്തികാഫ്, അല്ലെങ്കിൽ 2 മണിക്കൂർ മാത്രം ഇഅ്തികാഫ്. നമ്മൾ തന്നെ അങ്ങോട്ട് തീരുമാനിച്ചു. ഇപ്പൊ ഇഅ്തികാഫിന്റെ പേര് പറഞ്ഞ് രാത്രി ഉറങ്ങാൻ മാത്രം പള്ളിയിൽ വരും. ഉള്ളതെങ്കിൽ ഉള്ളത്. കാരണം നമുക്ക് അതേ ഉള്ളു സമയം. നമുക്ക് ദീനിനോടുള്ള കൂറ് അത്രയേ ഉള്ളൂ. ഞാൻ ഈ പറഞ്ഞു വരുന്നതാണ്, സവാബുണ്ടോ ഇല്ലയോ എന്നുള്ള വിഷയമല്ല. നമുക്ക് ദീനിനോടുള്ള കൂറ് ഇത്രയേ ഉള്ളൂ. പരിശുദ്ധമായ ഇൽമിന്റെ മജ്ലിസ് നമ്മൾ സംഘടിപ്പിക്കുന്നു. ഏത് രീതിയിലും ആകട്ടെ, ആരോ ആകട്ടെ, എന്തുമാകട്ടെ, ഇവിടെ ചർച്ച ചെയ്യുന്നത് ഇൽമാണോ? പടച്ചവനെ, ഞങ്ങളെല്ലാവരും മുസ്ലിമീങ്ങളാണ്, സത്യവിശ്വാസികളാണ്. നാളെ ആഖിറത്തിലേക്ക് നിന്റെ മുന്നിൽ വരാതെ ഒരു മാർഗവുമില്ല. തീർച്ചയായും നിന്റെ മുന്നിലേക്ക് ഞങ്ങൾ വരേണ്ടവരാണ്. തീർച്ചയായും മരണം ഞങ്ങൾ സ്വീകരിക്കേണ്ടവരാണ്. നാളെ ഖബറിൽ വരേണ്ടവരാണ്. നാളെ മഹ്ശറുണ്ട്, ജന്നത്തുണ്ട്, നാറുണ്ട്. ഖബർ അടക്കിയിട്ട് ഖബറിന്റെ വാതിൽക്കൽ ഇരുന്നു കൊണ്ട് തലയുടെ ഭാഗത്തിരുന്നിട്ട് അവിടുത്തെ ഉസ്താദുമാരെ തൽഖീനോദി തരുന്നത് നിങ്ങൾ കേൾക്കുന്നില്ലേ? മുൻകർ നക്കീർ എന്നത് സത്യമാണ്. അവിടെ സുആല് സത്യമാണ്. അവിടുത്തെ ഹിസാബ് സത്യമാണ്. അവിടുത്തെ സിറാത്ത് സത്യമാണ്. അവിടുത്തെ ജന്നത്തും നാറും സത്യമാണ്.
ഇത് സത്യമാണെന്ന് ഒരു ഖബറിന്റെ അരികിൽ നിന്ന് പറയുമ്പോ മയ്യത്തും കേൾക്കുന്നു, ഹയ്യായിട്ട് ജീവിച്ചിരിക്കുന്നവരും കേൾക്കുന്നു. പക്ഷെ അല്ലാഹുവേ, എന്താണ് ഖബർ, ആരാണ് മുൻകർ, ആരാണ് നക്കീർ, അവരുടെ സുആല് ചോദ്യം എന്താണ്, അതിനുള്ള ജവാബ് എങ്ങനെയാണ്, അതാർക്കാണ് പറയാൻ കഴിയുക, അതെങ്ങനെയായിരിക്കും അവർ ചോദിക്കുക, ചോദിച്ചതിന്റെ മറുപടി പറഞ്ഞില്ല എങ്കിൽ അവരുടെ പ്രതികരണം എങ്ങനെയായിരിക്കും, പിന്നീട് ഖബർ മുതലുള്ള പ്രയാണം എങ്ങോട്ടാണ്, അത് ഏതവസ്ഥയിലാണ്, സിറാത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്, ഹിസാബ് എന്ന് പറഞ്ഞാൽ എന്താണ്, മീസാൻ എന്ന് പറഞ്ഞാൽ എന്താണ്, മഹ്ശറ എന്ന് പറഞ്ഞാൽ എന്താണ്. അല്ലാഹ് ആ മഹ്ശറ വൻസബയിൽ നിന്ന് ഫരീഖും ഫിൽ ജന്ന വ ഫരീഖും ഫിസ് സഈർ എന്ന് രണ്ട് വിഭാഗമായി വേർതിരിക്കപ്പെടുമ്പോൾ ആരാണ് ഫരീഖും ഫിൽ ജന്ന, ആരാണ് ഫരീഖും ഫിസ് സഈർ, എപ്പോഴാണ് സ്വർഗ്ഗത്തിൽ പ്രവേശനം, എപ്പോഴാണ് നരകത്തിൽ നിന്ന് മോചനം, അല്ലെങ്കിൽ നരകത്തിൽ പോയ നമുക്ക് ഇനി സ്വർഗ്ഗത്തിലേക്ക് മോചനമുണ്ടോ? ആദരവായ റസൂലുള്ളാഹി തങ്ങളെ സ്വഹാബാക്കളെ കാണാൻ കഴിയോ? മുൻഗാമികളായി മരിച്ചുപോയ നമ്മുടെ മഹത്തുക്കളെ കാണാൻ പറ്റുമോ? നമ്മുടെ മാതാപിതാക്കളെ കാണാൻ പറ്റുമോ? നമ്മൾ അല്ലാഹുവേ ദുനിയാവിന് വേണ്ടി ചെയ്ത സദഖകളെല്ലാം ഇതിന്റെ ഗുണങ്ങളെ കുറിച്ച് ഞങ്ങൾ ഉസ്താദുമാര് പറഞ്ഞത് കേട്ടിട്ടുണ്ട്. അതിന്റെ മഹത്വങ്ങൾ മനസ്സിലാക്കാൻ ഞങ്ങൾക്ക് കാണാൻ കഴിയുമോ? ഇതിനെക്കുറിച്ച് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ സുഹൃത്തുക്കളെ? നമ്മളൊരു വാള് കേൾക്കാൻ വേണ്ടി വരുന്നു. ഈ വാള് കേൾക്കാൻ വേണ്ടി വരുന്നത് എന്തിനാണ്? ഈ വാള് എന്തിനാണ്? ഈ നസീഹത്ത് എന്തിനാണ്? ഈ ഉപദേശം എന്തിനാണ്? ഇവിടെ 5 ദിവസത്തെ വാള് വെക്കുന്നു. പല പണ്ഡിതന്മാര് പല ഭാഗത്തു നിന്ന്, വളരെ ദൂരത്ത് നിന്നെല്ലാം ഇവിടേക്ക് വാളിന് വേണ്ടി വരുന്നു. ഞങ്ങളും ഇവിടെ നിന്ന് ദൂരത്തെല്ലാം കാസർഗോട്ടേക്ക് പോകുന്നു. എന്താണ് ഇതിന്റെ പിന്നിലെ ലക്ഷ്യം? പെൺകുട്ടികളെ കെട്ടിക്കലും വീട് വെക്കലും സാധുക്കളെ സഹായിക്കലും അതൊരു മറ്റൊരു വഴിയാണ്. അവിടെ ഇരുന്നു കൊള്ളട്ടെ. സാധുക്കളെ സഹായിക്കൽ ഇസ്ലാമിന്റെ ബാധ്യതയാണ്. പള്ളികെട്ടൽ ഇസ്ലാമിന്റെ ബാധ്യതയാണ്. മദ്രസ കെട്ടൽ ഇസ്ലാമിന്റെ ബാധ്യതയാണ്. പരിശുദ്ധമായ ദീനിന്റെ കാര്യം പറഞ്ഞിട്ടാണ് അവരിൽ നിന്ന് അത് കളക്ട് ചെയ്യേണ്ടത്. അതിന് എതിർക്കാൻ ഈ ലോകത്തൊരാളെ കൊണ്ട് സാധ്യമല്ല. പരിശുദ്ധമായ ഖുർആൻ കൊണ്ട് സ്ഥിരപ്പെട്ട കാര്യമാണ്, ഹദീസുകൾ കൊണ്ട് സ്ഥിരപ്പെട്ട കാര്യമാണ്. ഈ സാധുക്കളുടെ കയ്യിൽ നിന്ന് വാങ്ങുന്നത് പുട്ടടിക്കാനല്ല, വെറുതെ നമുക്ക് കള്ളക്കച്ചവടം ചെയ്യാനുള്ളതല്ല. പാവപ്പെട്ട എത്രയോ സാധുക്കൾ നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടായിട്ട് സ്വന്തക്കാര് പോലും അവരെ തിരിഞ്ഞു നോക്കാതിരിക്കുമ്പോ അവരോടുള്ള ബാധ്യതകൾ നിറവേറ്റേണ്ടത് നാട്ടുകാരായ നല്ലവരായ സ്വാലിഹീങ്ങളാണ്. ബഹുമാനമുള്ള സഹോദരങ്ങളെ, കോടാനുകോടി രൂപകളിട്ട് സക്കാത്ത് കൊടുക്കാതെ നമ്മൾ കച്ചവടം ചെയ്യുമ്പോ കോടീശ്വരന്റെ കണക്ക് പരിശോധിച്ചാൽ, കേരളക്കാരനായ മുസ്ലിം സഹോദരങ്ങളുടെ കണക്ക് പരിശോധിച്ചാൽ അവൻ കൃത്യമായി എല്ലാ വർഷവും അവന്റെ സമ്പത്തിൽ നിന്ന്, അവന്റെ മുതൽ മുടക്കിൽ നിന്ന് കൃത്യമായി 2.5% അവൻ അള്ളാന്റെ മാർഗത്തിൽ സക്കാത്ത് കൊടുത്താൽ ഈ ദുനിയാവില് വിശിഷ്യ ഈ കേരളത്തിൽ ഒരു തെണ്ടികൾ പോലും ഉണ്ടാവുകയില്ല കേട്ടോ. പക്ഷേ ആരാണ് അതിനു വേണ്ടി ചെലവാക്കുക? ആരാണ് സമയം ചെലവാക്കുക? ആരാണ് അതിനു വേണ്ടി പണം മാറ്റിവെക്കുക? ലക്ഷോപലക്ഷങ്ങളുള്ളവനാണ്, കോടികൾ കൊണ്ട് കളിക്കുന്നവനാണ്, എത്രയോ ഏക്കർ കണക്കിന് സ്ഥലം വാങ്ങിയിട്ടുള്ളവനാണ്. അവന്റെ വലിയ വീടിന്റെ മുന്നിലേക്ക് ഗേറ്റ് തുറന്ന് അവനെ പ്രതീക്ഷിച്ചിരുന്ന് അവനിങ്ങനെ ഇറങ്ങി വരുമ്പോ അവനോട് തന്റെ ആവലാതി വേവലാതി പറഞ്ഞാൽ അവൻ പിച്ചച്ചട്ടിയിലേക്ക് വലിച്ചിടുന്നത് കേവലം 100 500 നോട്ടാണ്. 5000ങ്ങളും 50,000ങ്ങളും 5 ലക്ഷവും കൊടുത്താൽ മതിയാകാത്തവനാണ് കേവലം ഒരു 50 രൂപയിൽ ഒതുക്കുന്നത്, ഒരു 500 രൂപയിൽ ഒതുക്കുന്നത്. ഇത് സക്കാത്തല്ല കേട്ടോ, ഇത് സദഖയല്ല കേട്ടോ. കേവലം നിന്റെ വീട്ടിലേക്ക് കഷ്ടപ്പെട്ട് വന്നതിന്റെ പേരിൽ ആ ഒരു ബാധ്യത എങ്ങനെയെങ്കിലും ഒഴിവാക്കാൻ, ഈ ഒരു ഇടങ്ങേറി എന്റെ വീട്ടിൽ നിന്ന് പോകാൻ വേണ്ടി നീ അവരെ കല്ല് വെച്ച് എറിയുന്നതിന് പകരം കേവലം നാണയത്തുട്ടുകൾ കൊണ്ട് എറിഞ്ഞു ഓടിക്കുകയാണ് ചെയ്യുന്നത്. യഥാർത്ഥ നിന്റെ മനസ്സിന്റെ ഉള്ളിൽ നിന്ന് കൊടുക്കുന്ന സദഖയല്ല. അങ്ങനെ ആരാ കൊടുക്കുക? ഇസ്ലാമിന്റെ സമ്പത്തിന്റെ വ്യവസ്ഥ, സക്കാത്തിന്റെ വ്യവസ്ഥ നമ്മൾ പഠിച്ചിട്ടാണോ നമ്മൾ ചെയ്യുന്നത്? 5 കോടിയുടെ ആസ്തിയുള്ളവനാണ്, 5 കോടിയുടെ ഷോപ്പിംഗ് കോംപ്ലക്സ് നടത്തുന്നവനാണ്. കരുനാഗപ്പള്ളി ടൗണിൽ പോയി നോക്ക്, ബഹുഭൂരിപക്ഷവും മുസൽമാന്റെ കെട്ടിടങ്ങളാണ്. കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ പോയി നോക്ക്, ബഹുഭൂരിപക്ഷവും മുസൽമാന്റെ കടകളാണ്. ഭൂരിഭാഗവും മുസ്ലിമീങ്ങളുടെ കച്ചവട സ്ഥാപനങ്ങളാണ്. കോടാനുകോടി ടേൺ ഓവറാണ് വർഷം തോറും കഴിയുന്നത്. ഈ ടേൺ ഓവർ കണക്ക് കൂട്ടി മനസ്സിലാക്കിയിട്ട് അവന്റെ മുതൽ മുടക്കിൽ നിന്ന് 2.5% അവൻ മാറ്റിവെച്ചാൽ കേവലം ഒരു നല്ല പണക്കാരൻ, നല്ല ഒരു ബിസിനസ്സുകാരൻ ഒരു വർഷം അവൻ കൊടുക്കേണ്ട സമ്പത്ത് സക്കാത്ത് എത്രയെന്നറിയോ? 25 ലക്ഷം, 40 ലക്ഷം, 50 ലക്ഷത്തോളം രൂപയാണ്. കണക്ക് ആര് കൊടുക്കുന്നു?
ആര് കൊടുക്കുന്നു? ആര് മനസ്സിലാക്കുന്നു? ടോറസിലും വലിയ വലിയ വണ്ടികളിലുമാണ് കോടാനുകോടി സാധനങ്ങൾ കച്ചവടത്തിന് വേണ്ടി വരുന്നത് പോകുന്നത്. ഇവിടെ നിന്ന് സാധനങ്ങൾ ഇങ്ങനെ കയറ്റുമതി ചെയ്യുന്നു, ഇറക്കുന്നു, വരുന്നു, പോകുന്നു. ഗോഡൌണിലേക്ക് സാധനം വരുന്നു. ഗോഡൌണിൽ കോടാനുകോടിയുണ്ട്, ഗോഡൌണിൽ ലക്ഷക്കണക്കിനുണ്ട്, അവിടെയുണ്ട് അത്ര ഇത്ര ഗോഡൌൺ. ഈ ഗോഡൌണിലുള്ള കോടിക്കണക്കിന് രൂപയുടെ സാധനങ്ങൾ മൊത്തം നീ കണക്ക് കൂട്ടണം. ഒരു വർഷമാകുമ്പോ ആ കണക്ക് കൂട്ടണം. ആ ഒരു വർഷത്തെ കണക്കിൽ 3 കോടി രൂപയുടെ സാധനം നിന്റെ വീട്ടിലുണ്ടോ, നിന്റെ കടയിലുണ്ടോ? അതിന്റെ 2.5% അള്ളാഹ്ക്ക് വേണ്ടി നീ മാറ്റിവെക്കണം. ഇത് അള്ളാഹുവിനോടുള്ള ഹക്കാണ്, ബാധ്യതയാണ്. ബാങ്ക് വിളിക്കുമ്പോൾ നിസ്കരിക്കാൻ പള്ളിയിൽ പോകുന്നത് പോലെ നിർബന്ധമായ ബാധ്യതയാണ്. ഇത് പാവപ്പെട്ടവന്റെ ഹക്കാണ്. ഈ 2.5% കൊടുക്കാതെ നീ അതിട്ട് കച്ചവടം ചെയ്താൽ നിന്റെ കച്ചവടം തകർന്ന് തരിപ്പണമാകും. അത് പാവപ്പെട്ടവന്റെ പണമിട്ടാണ് നീ കളിക്കുന്നത്. അത് നിന്റെ വയറ്റിൽ തീയായി മാറുമെന്നാണ് പരിശുദ്ധമായ ഖുർആൻ പഠിപ്പിക്കുന്നത്. ഇത് മനസ്സിലാക്കണമെങ്കിൽ ഇൽമു കേൾക്കണ്ടേ? എത്ര പണക്കാരന്മാരാ വാഴ് കേൾക്കുന്നത്? എത്ര പണക്കാരന്മാരാ ദീൻ കേൾക്കുന്നത്? ഈ പാവപ്പെട്ട മീൻ കച്ചവടക്കാരും ഇറച്ചി കച്ചവടക്കാരും ഈ പാവപ്പെട്ട തൊഴിലാളികളും കൂലിപ്പണിക്കാരന്മാരും വാഴ് കേൾക്കാൻ വരും. വലിയ വലിയ സമ്പന്നന്മാർ എവിടെ വാഴ് കേൾക്കാൻ വരുന്നത്? വലിയ വലിയ സമ്പന്നന്മാർ വാഴ് കേൾക്കാൻ വന്നാൽ ഈ വാഴ് കേൾക്കുന്നതനുസരിച്ച് അവൻ പ്രവർത്തിക്കേണ്ടി വരും. പ്രവർത്തിച്ചാൽ അവന്റെ സമ്പത്തിൽ നഷ്ടം വരുമെന്ന് അവൻ ധരിക്കുന്നുണ്ട്. ആര് വരുന്നുണ്ട് വാഴിന്? ഇനി അവൻ ജുമുഅക്ക് പള്ളിയിൽ വന്നാൽ തന്നെ ഇമാമ് മിമ്പറിൽ കയറുന്ന സമയത്തെ പള്ളിയിലേക്ക് വരുള്ളൂ. അല്ലാത്ത സമയത്തൊന്നും അവൻ പള്ളിയിൽ വരൂല. അവന്റെ അടുത്ത് ദീനിന്റെ കാര്യങ്ങൾ പറയാൻ, അല്ലെങ്കിൽ അത് കേൾക്കാൻ, അത് മനസ്സിലാക്കാൻ, അവന്റെ സമ്പത്ത് അള്ളാന്റെ മാർഗത്തിൽ വേണ്ടവണ്ണം ചെലവാക്കാൻ, അതിനൊരു അവസരം കണ്ടെത്താൻ ഏത് സമ്പന്നനാണ് തയ്യാറാകുന്നത്? ഏത് സമ്പന്നനാണ്? കണക്ക് കൂട്ടി സമ്പത്ത് കറക്റ്റായിട്ട് കച്ചവടത്തിന്റെ കണക്കുകൾ മൊത്തം കൂട്ടി അവന്റെ മൂലധനം കണക്ക് കൂട്ടി അവൻ സക്കാത്ത് കൊടുത്താൽ ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ നമ്മുടെ കേരളത്തിൽ തന്നെ ബഹുമാനമുള്ള സഹോദരങ്ങളെ 80 ലക്ഷം മുസ്ലിമീങ്ങളിൽ 10 ലക്ഷം പണക്കാരുണ്ടെന്ന് കൂട്ടിക്കൊള്ളി. 10 ലക്ഷം പണക്കാർ കൂട്ടിക്കോളി. ബാക്കി 70 ലക്ഷവും സാധുക്കളാണ്, അല്ലെങ്കിൽ ഒരു മീഡിയം ലെവലാണ്. അവരും കൊടുക്കണം. അതവിടെ ഇരിക്കട്ടെ. എന്നാലും ടോപ്പ് ലെവലിലുള്ള ലക്ഷങ്ങൾ അല്ലെങ്കിൽ 1 ലക്ഷം സമ്പന്നന്മാരുണ്ടാകട്ടെ, അവർ തന്നെ കൊടുത്താൽ മതിയല്ലോ. കോടാനകോടി രൂപയുടെ സക്കാത്ത് ഉണ്ടാകും. കണക്കറിയില്ല ആർക്കും, ഇതിന്റെ കണക്കറിയില്ല. ഈ സമ്പത്ത് സക്കാത്ത് എന്താണെന്ന് എന്റെ സുഹൃത്തുക്കളെ വലിയ വലിയ സമ്പന്നന്മാര് പഠിക്കണം. ഇതെന്റെ പ്രഭാഷണത്തിലൂടെ നിങ്ങൾ ഈ ടിവിയിലൂടെ അല്ലെങ്കിൽ ഈ മീഡിയയിലൂടെ നിങ്ങൾ ലോകത്ത് എവിടെ ഇരുന്നാൽ നിങ്ങൾ കേൾക്കാം. നിങ്ങൾക്ക് കോടികൾ കൊണ്ട് നിങ്ങൾ കളിക്കുമ്പോൾ ഓർക്കണം, നാളെ ഒരു ദിവസം മലക്കുൽ മൗത്ത് നിന്നെ തേടിയെത്തും. നാളെ ആഖിറത്തിലെത്തിയിട്ട് ഇതിന്റെ മുഴുവനും ഹിസാബ് പറയേണ്ടി വരുമ്പോ പടച്ചവനെ ഒരാലിമീങ്ങളും അത് പറഞ്ഞു തന്നിട്ടില്ലല്ലോ എന്ന് പറയാൻ നിനക്ക് അവിടെ അവകാശമില്ല. ആലിമീങ്ങൾ പറയുന്ന സ്ഥലത്ത് കേൾക്കാൻ നീ വന്നിട്ടില്ല. അതാണ് അതിന്റെ അർത്ഥം. നമസ്കരിക്കണമെങ്കിൽ നമസ്കാരം എങ്ങനെയെന്ന് പഠിക്കാൻ നീ തയ്യാറാകണം. ഖുർആൻ ഓതാൻ പറ്റാത്തതിന്റെ പേരിൽ എന്തുകൊണ്ട് ഖുർആൻ ഓതാൻ പറ്റിയില്ല? പഠിക്കാനുള്ള അവസരം ഉണ്ടായിട്ട് പഠിക്കാൻ തയ്യാറായില്ല. സക്കാത്ത് കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. എങ്ങനെയാണ് സക്കാത്ത് കൊടുക്കേണ്ടത്? സാഹചര്യമുണ്ട്, പഠിപ്പിച്ചേരാൻ ആലിമീങ്ങളുണ്ട്. പക്ഷെ അത് പഠിക്കാൻ ഞാൻ തയ്യാറായില്ല. നോമ്പ് പിടിക്കേണ്ടത് എങ്ങനെ, അതെങ്ങനെ മനസ്സിലാക്കും? ഇതിനുള്ള സാഹചര്യം എനിക്കുണ്ട്, പക്ഷെ ഞാൻ തയ്യാറല്ല. പിന്നെ എങ്ങനെ കൊടുക്കുക? ഇതിന് ഞാൻ തയ്യാറല്ലെങ്കിൽ പിന്നെ എങ്ങനെ നീ കൊടുക്കും? എങ്ങനെ പഠിക്കും? ഇതിനാണ് അബൂദർ റളിയല്ലാഹു അൻഹു തങ്ങൾ പറയുന്നത്, അബൂദർ വെറുതെ പോയി 1000 റക്അത്ത് നിസ്കരിച്ചിട്ടൊന്നും കാര്യമില്ല. അബൂദർ ആദ്യം നമസ്കാരം എന്തെന്ന് പഠിക്ക്. ഖുർആൻ ഓതിയിട്ട് കാര്യമില്ല, ഖുർആൻ ഓതേണ്ടത് എങ്ങനെയെന്ന് പഠിക്ക്. സദഖ സക്കാത്ത് ചെയ്തിട്ട് കാര്യമില്ല, അത് എങ്ങനെയെന്ന് പഠിക്ക്. കച്ചവടം നടത്തിയിട്ട് കാര്യമില്ല, കച്ചവടം ഹലാലേത് ഹറാം ഏത് എന്ന് ആദ്യം പഠിക്ക്. ഈ വാളെന്ന് പറയുന്ന ചെറിയ കാര്യമല്ല. നിങ്ങൾ കരിക്ക് കുറെ പെണ്ണുങ്ങളെ കെട്ടിക്കാൻ വേണ്ടി പൈസ പിരിക്കാനാണെന്ന്, അതും ഇസ്ലാമിന്റെ ഭാഗമാണ്. ഈ സമ്പന്നന്മാര് സക്കാത്ത് കൊടുക്കാത്തത് കൊണ്ടല്ലേ ഇങ്ങനെ ഒരു പിരിവ് വരേണ്ടി വരുന്നത്? അവന്റെ വീടിന്റെ പട്ടിയെ സൂക്ഷിക്കുന്ന ചെറിയ ഒരു പെട്ടി ഉണ്ടല്ലോ, ആ പെട്ടിയുടെ പൈസ കൊടുത്താൽ മതി ഒരു പാവപ്പെട്ട പെണ്ണിന്റെ കണ്ണിനിരൊപ്പാൻ പറ്റും. പൂച്ചയെ വളർത്തുന്ന പൈസ മതി. 2 ലക്ഷം രൂപ 4 ലക്ഷം രൂപയുടെ പൂച്ചയെ വാങ്ങുന്നവരുണ്ട്. 4 ലക്ഷം രൂപയുടെ പൂച്ച. ആര് പറഞ്ഞു 4 ലക്ഷം രൂപ കൊടുത്ത് പൂച്ചയെ വാങ്ങാന്? ഈ പൂച്ചയ്ക്ക് തീറ്റ വാങ്ങാന് ലക്ഷക്കണക്കിന് രൂപ ചെലവാക്കുന്നവരുണ്ട്. ഈ അടുത്ത സമയത്ത് ഞാൻ പത്രത്തിൽ കണ്ടതാണ്, ന്യൂസിൽ കണ്ടതാണ്, 1.5 കോടിയുടെ പട്ടി ഒരാൾ വാങ്ങി. 1.5 കോടിയുടെ പട്ടി. ഇവന് പട്ടിയുടെ വിലയില്ല, ഇവൻ പോയി വാങ്ങിയത് 1.5 കോടി രൂപയുടെ പട്ടി. അവന്റെ മുഖത്ത് നോക്കി എടാ പട്ടി എന്ന് വിളിച്ചു നോക്ക്, അവന്റെ ദേഷ്യം കയറാം. പിന്നെ നിനക്ക് ദേഷ്യം കയറണമെങ്കിൽ നീ പിന്നെ 1.5 കോടി രൂപയുടെ പട്ടിയെ വാങ്ങിയത്? 1.5 കോടി രൂപ. ഞാൻ തിരുവനന്തപുരത്തൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് ഒരു പട്ടിയെ കാണാനില്ല എന്ന് പറഞ്ഞ് വളരെ വിഷമത്തോടു കൂടി എഴുതി ഒട്ടിച്ചിരിക്കുന്നു.
ഒരാൾ എൻ്റെ അടുത്തേക്ക് വന്ന്, എന്താ ഉസ്താദ് ഏതാണ്ട് ഞാൻ ഇത് കണ്ടിട്ട് ഞാൻ പാവം വല്ല സാധുക്കളായിരിക്കും ഇല്ലയോ ഈ പട്ടി, അയ്യോ അത് നമ്മുടെ കൗമ ഉസ്താദെ, നമ്മുടെ കൗമ, അവരുടെ മക്കളെ പോലും ഇത്രയും സ്നേഹമില്ല, നമ്മുടെ കൗമാണ്, മക്കളെ പോലും ഇത്ര സ്നേഹമില്ല. ആ പട്ടി അവര് ഇങ്ങനെ എടുത്തോണ്ട് നടക്കും, അങ്ങനെ കൊഞ്ചിച്ചുകൊണ്ട് നടക്കും, ഇങ്ങനെ ഉമ്മ കൊടുക്കും, ചാപ്പാട് വാരി വായിൽ വെച്ചു കൊടുക്കും. ആ പട്ടിയെ കുറെ നാളായിട്ട് കാണാനില്ല, അതിന്റെ വിഷമം തീർന്നിട്ടില്ല. 3-ാം പത്തയും 40-ാം പത്തയും കഴിഞ്ഞിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. അവസാനം അവരിങ്ങനെ വെളിയിൽ ഒട്ടിച്ചിരിക്കുകയാണ് തിരുവനന്തപുരത്ത്. ഞാൻ നേരിട്ട് കണ്ട സംഭവമാണ്. അവർ ഭയങ്കര വില കൊടുത്ത് വാങ്ങിയ പട്ടിയാണെന്ന്. സ്വന്തം മക്കൾക്ക് ഇത്രയും വിലയില്ല, അങ്ങനെയുണ്ട് പട്ടിക്ക് വില. ലക്ഷങ്ങൾ ചെലവാക്കിയ പട്ടി അത് കാണാനില്ലെന്ന് പറഞ്ഞാൽ ഭയങ്കര വിഷമം. അതിനുവേണ്ടി ചെലവാക്കുന്നു, പട്ടിക്ക് വേണ്ടിയിട്ട്, പൂച്ചയ്ക്ക് വേണ്ടിയിട്ട്. പട്ടിക്കും പൂച്ചയ്ക്കും വെള്ളം കൊടുക്കുന്നവൻ അള്ളാണ്, നീ കൊടുക്കണം നിർബന്ധമൊന്നുമില്ല, അത് അള്ളാഹ് കൊടുത്തോളൂ എവിടുന്നെങ്കിലും. ആദ്യം നീ മനുഷ്യന്മാർക്ക് വെള്ളം കൊട്, മനുഷ്യന്മാർക്ക് വെള്ളം കൊട്. وكأي من دابة لا تحمل رزقها الله يرزقها وإياكم. പറക്കാൻ പറ്റാത്ത എത്ര പക്ഷിപറവാദികൾക്കാണ്, എത്ര മൃഗങ്ങൾക്കാണ് അല്ലാഹുവേ നീ വെള്ളം കൊടുക്കുന്നത്, അവർക്ക് അന്നദാനങ്ങൾ നൽകുന്നത്, ഭക്ഷണങ്ങൾ കൊടുക്കുന്നത്, അന്നപാനീയങ്ങൾ നൽകുന്നത് നീ തന്നെയല്ലയോ അല്ലാ. നിങ്ങൾക്കും ഭക്ഷണം നൽകുന്നത് അവൻ തന്നെയല്ലയോ. സ്വന്തമായി അധ്വാനിച്ച് തിന്നാൻ കഴിക്കാൻ മാർഗമില്ലാത്ത എത്രയോ മൃഗങ്ങളാണ്. അല്ലാഹു യർസുഖുഹാ, പടച്ചവനാണ് അവർക്ക് ഭക്ഷണം കൊടുക്കുന്നത്. വയ്യാക്കും, നിങ്ങൾക്കും ഭക്ഷണം നൽകുന്നത് അവനാണ്, പടച്ചവനാണ്. അള്ളാഹുവാണ് പടച്ചവൻ, അവനാണ് തരുന്നത്. ഞാൻ തിരുവനന്തപുരത്തെ വലിയൊരു പള്ളിയിൽ ജോലി ചെയ്യുന്ന ഒരു ഖിദ്മത്ത് ചെയ്യുന്ന ഒരു ഖാദിമാണ്. എത്രയോ സഹോദരങ്ങളെ ഖബറിലേക്ക് പോയിട്ട് ആ ഖബറിന്റെ ആ ചപ്പുകൂനകളൊക്കെ മാറ്റിയിട്ട് പള്ളിയിലെ ബക്കറ്റിൽ വെള്ളം കൊണ്ടുവന്ന് ഒഴിച്ചുകൊണ്ടിരിക്കുന്നത് കാണാം. ഞാൻ പള്ളിയിലും പറഞ്ഞിട്ടുണ്ട്, സഹോദരങ്ങളും പറഞ്ഞിട്ടുണ്ട്, സഹോദരാ ജീവിച്ചിരിക്കുമ്പോ നീ വെള്ളം കൊടുത്താൽ കൂലിയുണ്ട്. ഈ ഖബറിന്റെ മോളിൽ കൊണ്ട് വെറുതെ പള്ളിയുടെ വെള്ളം കൊണ്ട് ഒഴിച്ചിട്ടൊന്നും ഒരു പുണ്യവും ഇല്ല. എന്താ പുണ്യം, എന്താ ഗുണമുള്ളതെന്ന് പറ കേൾക്കട്ടെ. ഈ മയ്യത്ത് ഈ കവറിന്റെ മോളിൽ കൊണ്ട് ഇയാള് വെള്ളം കൊണ്ട് ഒഴിക്കുക. എന്റെ വാപ്പായിരിക്കും ജീവിതത്തിൽ വെള്ളം കൊടുത്തു കാണൂല്ലേ, ആ വിഷമമാണ്. ഇവന്റെ ഉമ്മ ആയിരിക്കും ജീവിതത്തിൽ ഉമ്മാക്ക് ഉല്ലാസ് വെള്ളം കൊടുത്തു കാണൂല, അതിന്റെ വിഷമമായിരിക്കും, കൊണ്ട് ഒഴിച്ചു കൊടുക്കാണ്. പള്ളിയുടെ വെള്ളം അനാവശ്യമായി ഉപയോഗിച്ചാൽ നാളെ അതിനും അല്ലാഹുവിന്റെ മുന്നിൽ ഹിസാബ് പറയണം. ആ വെള്ളമാണ് കബറിന്റെ മോളിൽ കൊണ്ട് വെറുതെ ഒഴിക്കുന്നത്. അത് മോദി സാഹിബ് ആദ്യത്തെ ദിവസം ഒഴിക്കുന്നുണ്ട്, അത് മതി. പിന്നെ നീ എന്തിനാ എല്ലാ വെള്ളിയാഴ്ചയും കൊണ്ട് ഒഴിക്കുന്നത്? ഇനി നിനക്ക് ആ കബറിൽ കിടക്കുന്നവന് ഗുണം കിട്ടണോ? വെള്ളം കുടിക്കാൻ വഴിയില്ലാത്ത വീട്ടുകാർക്ക് നീ ഒരു കിണർ കുഴിച്ചു കൊടുക്കണോ? എന്നിട്ട് നിന്റെ ആ കബറാളിക്ക് വേണ്ടി നീ എത്തിച്ചെയ്യ്. കാരണം എന്താണെന്നറിയോ? അങ്ങനെ കിണർ കുഴിക്കണമെങ്കിൽ 1 ലക്ഷം വേണം. പക്ഷെ ഇവിടെ വെള്ളം കൊടുക്കണമെങ്കിൽ ഫ്രീ ആയിട്ട് 1 ബക്കറ്റ് വെള്ളം മതി. ഉഡായിപ്പിലൂടെ സ്വർഗത്തിൽ പോകാന്നൊന്നും കരുതണ്ട. അല്ല പൊട്ടനും ചെട്ടിയൊന്നും അല്ല കേട്ടോ. നിന്റെ ഉഡായിപ്പിന്റെ പണിയൊന്നും അള്ളാന്റെ അടുക്ക നടക്കൂല കേട്ടോ. ഈ വെള്ളം എടുക്കുന്നതിനും നീ അള്ളാന്റെ കോടതിയിൽ ഹിസാബ് പറയണം, മറുപടി പറയണം. നബിയുനാ റസൂലുള്ളാഹി തങ്ങളുടെ ഹളറത്തിലേക്ക് ഒരു സഹാബി വന്നിട്ട് പറഞ്ഞു, അള്ളാന്റെ റസൂലേ, എന്റെ ഉമ്മ മരിച്ചുപോയി നബിയേ, എനിക്ക് വേണ്ടി എന്റെ ഉമ്മയുടെ ആഖിറത്തിന് വേണ്ടി വല്ലതും ചെയ്യാൻ മാർഗമുണ്ടോ റസൂലേ? ഹബീബായ തങ്ങൾ അള്ളാന്റെ റസൂൽ സഹാബിയോട് പറയുകയാ, നീ പോയി നിന്റെ നാട്ടിൽ നോക്കണേ, ആ നാട്ടുകാർക്ക് എന്തിനോടാണ് ആവശ്യമെന്ന് അന്വേഷിക്കണേ. അള്ളാന്റെ റസൂലിന്റെ വാക്ക് കേട്ട സഹാബി പോയിട്ട് അന്വേഷിച്ചപ്പോ നബിയെ കുടിക്കാൻ വെള്ളം വളരെ വിഷമിക്കുകയാണ് ആ നാട്ടുകാര്, ആ ഗ്രാമവാസികൾ വല്ലാത്ത വിഷമത്തിലാണ്. ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, നിന്റെ ഉമ്മാന്റെ പേർക്ക് നീ ഒരു കിണർ കുഴിച്ചു കൊടുത്തു. ഖിയാമത്ത് നാൾ വരെ അതിൽ നിന്ന് വെള്ളം കോരി കുടിക്കുന്നവർ ആരൊക്കെയാണോ അതിന്റെ എല്ലാ സവാബ് ആ ഖബറിലേക്ക് എത്തും സഹോദരാ. അതൊരു ജാരിയായ സദഖയാണ് കേട്ടോ. സദഖത്തുൻ ജാരിയ, ജാരിയായ സദഖ, ജാരിയായ സദഖ. സംഭവം നോക്കുമ്പോ എന്താ, കിണർ കുഴിക്കുന്നതിന് 1 ലക്ഷം രൂപ ആവും. ഇതാവുമ്പോ 1 ബക്കറ്റ് വെള്ളത്തിന് ചെലവല്ലേ ഉള്ളൂ. സംഭവം ശരിയല്ലേ? ബാപ്പായാലും ഉമ്മായാലും മരിച്ച് എക്സ്പയർ ആയ സാധനത്തിന് വേണ്ടി ഇനി എന്തിനാണ് നമ്മൾ ചെലവാക്കുന്നത്? ആഖിറത്തിൽ കൂലി കിട്ടുമെന്ന് ഉസ്താദമാര് വാതിലൂടെ പറഞ്ഞാൽ അത് വിശ്വസിക്കാനുള്ള ഈമാന്റെ പവർ വേണം. ഈമാൻ ഇല്ല എങ്കിൽ നിനക്കതിൽ വിശ്വാസമില്ല. പള്ളിയിലത്തെ വെള്ളം കൊണ്ടുവന്ന് നീ ഒഴിച്ചു കൊടുക്കും. അതുകൊണ്ടതാ പുണ്യം. മുന്നിലോട്ട് വന്നിരിക്കുക സുഹൃത്തുക്കൾ, എന്തിനാ പിറകിരിക്കുന്നത്? മുന്നിലോട്ട് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ കണ്ടു മതി, എഴുന്നേറ്റ് ബാക്കിൽ നിന്ന് കുറച്ച് മുന്നോട്ട് കയറിയിരിക്കും. ഇപ്പുറത്തിരിക്കുന്നവർക്ക് മുന്നോട്ട് കയറി കുറച്ച് കയറി ഇരുന്നോളേ. ദീനിന്റെ കാര്യമല്ലേ, കയറി ഇരുന്നോളേ.
നിങ്ങൾ എവിടെ ഇരുന്നാലും എനിക്ക് വിഷമമൊന്നുമില്ല. പക്ഷെ എന്നാലും കുറച്ച് മുന്നോട്ട് ഇരുന്നോളെ, കസേര ഉള്ളിടത്തൊക്കെ ഇരുന്നോളെ ഇൻഷാ അല്ലാഹ്. മൊയ്ന ഇഞ്ഞു വന്നിരിടാ, ഇഞ്ഞു വാ, ഇഞ്ഞു വാടേ. അബ്ദുള്ള ഉസ്താദിന്റെ മകൻ അള്ളാഹ് മഗ്ഫിറത്തും റഹ്മത്തും കൊടുക്കട്ടെ. ആ ഫ്രണ്ടിലെ കസേല അവിടെ കുറച്ച് കാലുണ്ടല്ലോ, കയറിയിരിക്കപ്പാ, എഴുന്നേറ്റ് കയറിയിരിക്കാൻ ബീവിങ്ങൾ അടുത്തടുത്തിട്ട് കയറി. കാരണം ഇതെന്റെ ഏറ്റവും വലിയ തെളിവ്. വാത് പറഞ്ഞിട്ട് ആരും നന്നാവൂല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് നമ്മൾ പറഞ്ഞാൽ നിങ്ങൾ അനുസരിക്കൂല എന്നുള്ളത്. കറക്റ്റായ കാര്യം തന്നെയാണ്. ഇതുകൊണ്ട് ഈ വാത് നിർത്താൻ പോകും ഞാൻ. വെറുതെ ഫായ്ദ ഒന്നുമില്ല, വേസ്റ്റ്. ആകപ്പാടി വാത് കൊണ്ട് ഗുണമുള്ളത് ഇവന്മാർക്കാണ്. അത് യൂട്യൂബ് അടിച്ച് അവന്മാർ കാശുണ്ടാക്കും, പിന്നെ വാതും പറഞ്ഞ് ഞങ്ങൾക്കും കുറച്ച് പൈസ തരും. ഞങ്ങൾക്ക് രണ്ടുപേർക്കേ ഗുണമുള്ളൂ, ബാക്കി ഈ വരുന്ന ഒറ്റ ഒരെണ്ണത്തിന് ഗുണമില്ല. ഈ ഇരിക്കുന്ന മുസ്ലിയാക്കന്മാർ നിങ്ങളുടെ പോക്കറ്റിൽ ഇരിക്കുന്ന അള്ളിപ്പറിച്ച് മേടിച്ച് അവന്മാർക്ക് കൊടുക്കുകയും ചെയ്യും. വാസ്തവം ഇത് തന്നെയാണ്, ശരിയല്ലേ? ഇതാണ് ഇതിന്റെ യാഥാർത്ഥ്യം ഇത് തന്നെയാണ്. ഇത് പറയുന്ന മൊയ്ലിയാരും നന്നാവില്ല, കേൾക്കുന്നത് നിങ്ങൾ നന്നാവില്ല. സംഭവം ശരി തന്നെയാണ്. ഫായതയില്ല, നമുക്ക് വിഷമം വരും. ഇതല്ല എന്തിനാ പറയുന്നതെന്ന് ആലോചിച്ചു പോകും. എന്തിനാണ് ഇത് പറയുന്നത്? ഇതുകൊണ്ട് എന്താ ഗുണം? ഇന്ന് ഏറ്റവും കൂടുതൽ ദഅവത്ത്, ഇന്നത്തെ ഈ വർത്തമാന കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ദഅവത്ത് ഏത് വിഷയത്തിനും പരിഹാരമുണ്ട്. നെറ്റ് അടിച്ചാൽ മതി. ഏത് വിഷയം നിങ്ങൾക്ക് വേണോ അടിച്ചു നോക്കിയാൽ മതി. എന്ത് ഇസ്ലാമിന്റെ ഏത് നിയമം അറിയണം ഒന്നടിച്ചാൽ മതി. വിരൽ തുമ്പിൽ നിങ്ങൾക്ക് ഇസ്ലാമുണ്ട് നിങ്ങളുടെ മുന്നിൽ. ഏത് ഹദീസ് വേണം, ഏത് വിഷയവുമായി ബന്ധപ്പെട്ട് വേണം, നിങ്ങൾക്ക് അതിനകത്തുണ്ട്. പിന്നെ എവിടെയാ പ്രശ്നം? നാളെ ആഖിറത്തിൽപ്പെട്ട അള്ളാന്റെ മുന്നിൽ, പടച്ചവനെ എന്നെ ആരും പഠിപ്പിച്ചില്ല അല്ലാ, എനിക്കാരും പറഞ്ഞു തന്നില്ല അല്ലാ, ഇൽമ പഠിക്കാനുള്ള അവസരം എനിക്കുണ്ടായിട്ടില്ല റബ്ബേ എന്ന് പറയാൻ ഒരവകാശവുമില്ല കേട്ടോ. ഖുർആൻ പഠിക്കാതെ നീ നാളെ ആഖിറത്തിൽ പോയാൽ തീർച്ചയായിട്ടും നീ തന്നെയാണ് അതിന് മറുപടി പറയേണ്ടത്. കാരണം ഖുർആൻ പഠിക്കാനുള്ള വഴി ഉണ്ടായിട്ട് പറഞ്ഞിട്ടില്ല, പഠിച്ചിട്ടില്ല. പടച്ചവനെ എന്റെ സമ്പത്തിൽ നിന്ന് സക്കാത്ത് കൊടുക്കാൻ അവകാശമുണ്ടായിട്ട് എങ്ങനെയാണ് അതിന്റെ കണക്കെന്ന് ഒരാളും പറഞ്ഞു തന്നിട്ടില്ല. തീർച്ചയായും ആരും പറഞ്ഞു തരേണ്ടതില്ല. തന്റെ ബുദ്ധിയുള്ള മകനോട് പറയണം, മോനെ ആ നെറ്റെടുക്കടാ, എനിക്ക് എത്ര സമ്പത്തുണ്ട്, ഇതിൽ നിന്ന് എത്ര സക്കാത്താണ് കൊടുക്കേണ്ടതെന്ന് അതിനകത്തൊന്ന് നോക്കടാ. നെറ്റ് ഉസ്താദ് വളരെ വ്യക്തമായി നമുക്ക് പഠിപ്പിച്ചു തരും.